ഇതിലൊരു കുട്ടിയുടെ പിതാവ് നമുക്കൊപ്പം ചേരുന്നുണ്ട്. അശ്വതിയുടെ പിതാവ് പ്രകാശനുണ്ട്. ഞാൻ ഒന്ന് പോയി വരാം. ശ്രീ പ്രകാശൻ, നമസ്കാരം. ശ്രീ പ്രകാശൻ, ടെൻഷൻ അടിക്കരുത്. എന്തായാലും ഈ കുട്ടികൾ മുംബൈയിൽ തന്നെയുണ്ട്. ഇവർ നമ്മൾ സംസാരിക്കുന്ന നിമിഷം വരെയും അവർ സേഫാണ്. ശ്രീ പ്രകാശൻ, ശ്രീ പ്രകാശൻ കേൾക്കാമോ? കേൾക്കാം സാറേ, കേൾക്കാം. ഇപ്പോൾ നമ്മൾ ഏറ്റവും ഒടുവിൽ സംസാരിച്ചത് അവിടെയുള്ള മലയാളി അസോസിയേഷൻ്റെ ആൾക്കാരുമായിട്ടാണ്. അവരെല്ലാവരും ശ്രമിക്കുന്നുണ്ട്. പനവേലിൽ ഒരു ഗ്രൂപ്പ് ആളുകൾ റെയിൽവേ സ്റ്റേഷനിൽ തന്നെയുണ്ട്. നമ്മളുടെ നിർദ്ദേശപ്രകാരം ഈ അസീസ് ഒരു വിഭാഗം ആൾക്കാരെ അങ്ങോട്ട് വിട്ടിട്ടുണ്ട്. ഇപ്പോൾ CSTയിലും ആളുകൾ നോക്കുന്നുണ്ട്. നമുക്ക് നോക്കാം. കുട്ടികൾ അധികം പോകാൻ സാധ്യതയില്ല. ഒരുപക്ഷെ ഇന്ന് തന്നെ ആ കുട്ടികൾ മടങ്ങി വന്നേക്കാനുള്ള സാധ്യതയുണ്ട്. ഈ കുട്ടികളുടെ കയ്യിൽ പൈസ എന്തെങ്കിലും ഉണ്ടായിരുന്നോ ശ്രീ പ്രകാശൻ? അവരുടെ കയ്യിൽ ചില്ലറ പൈസകളൊക്കെ ഉണ്ട്. അവരുടെ കയ്യിൽ കുട്ടി കുറച്ച് ജോലിയും കാര്യങ്ങളൊക്കെ അത്യാവശ്യം ബിസിനസ് ഈ ഫോട്ടോ ഫ്രെയിമിംഗ് ചെയ്യുന്നൊക്കെ ഒരു കുട്ടിയാണ്. അപ്പൊ അവിടെ ചില്ലറ അല്ല, ഒപ്പമുള്ള മറ്റേ കുട്ടിയെടുത്ത് ഫാത്തിമയുടെ കയ്യിൽ ഒരുപക്ഷെ പൈസ കണ്ടേക്കാം അല്ലേ? അവരുടെ കയ്യിൽ എന്തൊക്കെ ചെറിയ പൈസ ഒക്കെ ഉണ്ട്. അവരുടെ ചെലവിനും കാര്യത്തിനൊക്കെ ആയിട്ട് അല്ലെ സുഹൃത്തുക്കളോടോ അല്ലെ കുട്ടികളോടോ എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചായിരിക്കും വിചാരിക്കുന്നു. ഈ അശ്വതിയുടെ കയ്യിൽ പൈസ ഉണ്ടായിരുന്നില്ലല്ലോ? ഇല്ല, അവളുടെ കയ്യില് മോളെ കയ്യിൽ ഞാൻ ഒരു 100-200 റുപ്യ എടുത്തേ കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. ഇന്ന് പരീക്ഷ പറ്റുമായിരുന്നോ? പരീക്ഷയായിരുന്നു. പരീക്ഷ അവര് മോള് ഏത് ബാച്ചാ? സയൻസ് ആണോ അതോ ഹ്യൂമാനിറ്റീസ് ആണോ? അല്ല, മോള് ഹ്യൂമാനിറ്റീസ് ആയിരുന്നു. ഈ കുട്ടികൾ വീട്ടിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാക്കിയിരുന്നോ? എന്തെങ്കിലും സംസാരിക്കുമോ? വീട്ടിലൊന്നും ഒരു ബുദ്ധിമുട്ടില്ല സാറേ. ഈ റഹീം എന്ന് പറയുന്ന ആളെ ഇപ്പൊ പോലീസിന് കൊടുത്തിരിക്കുന്ന ഒരു മൊഴി ഈ ഫാത്തിമയാണോ അശ്വതിയാണോ എന്ന് അറിയില്ല. ഇവരിൽ ആരോ വീട്ടുകാരുമായിട്ട് എന്തോ പ്രശ്നം ഉണ്ടായിരുന്നു എന്നാണ്. അങ്ങനെ എന്തെങ്കിലും വിവരം ഉണ്ടോ? ഈ ഫാത്തിമയുടെ പിതാവുമായിട്ട് സംസാരിച്ചു? ഇല്ല, അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളൊന്നുമില്ല. ഈ ഫാത്തിമയുടെ ഫാദറുമായിട്ട് സംസാരിച്ചായിരുന്നോ പ്രകാശൻ? സംസാരിച്ചില്ല. സാർമാരെല്ലാം കണ്ട് അവര് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു. വീട്ടിൽ അങ്ങനെ ഒരു വഴക്കോ ഇല്ല, ഒരു കുഴപ്പമില്ല. ഈ കുട്ടി നേരത്തെ ഇങ്ങനെ ബോംബെ ഒക്കെ കാണാൻ പോകണം എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു? ഇല്ല, അവളൊരു ഏകദേശം ഒരു 10 കിലോമീറ്ററിന്റെ ദൂരം വരെ ജീവിതത്തിൽ പോയിട്ടില്ല. അതാണ് അത്ഭുതപ്പെടുത്തുന്നത്. അത് മുംബൈ CST വരെ പോവാ. മലയാളം മാത്രമേ അറിയൂ അല്ലേ? അവർക്ക് ഹിന്ദി ഒന്നും അറിയില്ല കാര്യമായിട്ട്. ഇല്ല, ഭയക്കേണ്ട ആവശ്യമില്ല. കാരണം ഇപ്പോൾ പറഞ്ഞതുപോലെ ഒന്നുകിൽ തിരിച്ച് നാട്ടിലോട്ട് വന്നേക്കാം, മുംബൈ വരെ പോയി തിരികെ. ഈ റഹീമിനെ കുറിച്ച് എന്തെങ്കിലും സൂചനകൾ കിട്ടിയിട്ടുണ്ടോ താങ്കൾ? ഇല്ല സാറേ, ഇല്ല. നാളെ ഇവര് സാർമാരെല്ലാം കൂടിയിട്ട് ഫ്ലൈറ്റ് ടിക്കറ്റ് ഒക്കെ ബുക്ക് ചെയ്തിട്ടുണ്ട്. നാളെ ഇവര് അവിടെ പോയി കുട്ടികളെ വിളിച്ചു കൊണ്ടുള്ള എല്ലാ സെറ്റപ്പുകളും നിയമപരമായിട്ട് സാർമാർ ചെയ്തിട്ടുണ്ട്. സ്റ്റേഷനിൽ നിന്ന് ഇപ്പോൾ വരുമ്പോ പോലീസ് തരുന്നൊരു വിവരം അനുസരിച്ച് അവര് സേഫ് ആണെന്നുള്ളൊരു വിവരം നൽകുന്നില്ലേ? ആയിരിക്കും. അവരെന്നെയാണ് നമ്മളെ താനൂർ സ്റ്റേഷനിലുള്ള സാറുമാര് ഭയങ്കര എല്ലാ സപ്പോർട്ടും ചെയ്തിട്ടുണ്ട്. അവരാണ് ഇതിന്റെ ഏറ്റവും കൂടുതൽ. അവർ 2 ദിവസമായിട്ട് അവർ ഓട്ടോപാസിലും അവരെ ഒരു പ്രയത്നമാണ് നമ്മളെ ഏറ്റവും കൂടുതൽ. നമ്മളെ നാട്ടുകാരും അവരും കൂടിയിട്ട് തന്നെയാണ് ഒക്കെ ചെല്ലാൻ ചെയ്തത്. അപ്പൊ പ്രകാശ്, ടെൻഷൻ അടിക്കണ്ട. എന്തായാലും കുട്ടികൾ നാളെ രാവിലെ ആകുമ്പോഴേക്കും നമുക്ക് കണ്ടെത്താൻ പറ്റും കേട്ടോ. എന്തായാലും അവർ 2 പേരുണ്ട്. അവർ കുറച്ച് ധൈര്യം ഉണ്ടെന്ന് തോന്നുന്നു, അല്ലെങ്കിൽ അവരിങ്ങനെ പോകത്തില്ല. ഓക്കെ, താങ്ക് യു പ്രകാശൻ. എന്തായാലും പ്രതീക്ഷയോടെ കാത്തിരിക്കാം. അഷ്കറുണ്ട്. അഷ്കർ ഇപ്പോൾ പ്രകാശനാണ് സംസാരിച്ചത്. ആ 2 കുട്ടികൾക്ക് ധൈര്യം ഇച്ചിരി കൂടിപ്പോയി, അതാണ് പ്രശ്നം. പക്ഷേ എന്നാലും ആ കുട്ടികൾ സുരക്ഷിതമായിട്ട് വരും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. അഷ്കർ, ഇപ്പോൾ പ്രകാശൻ പറഞ്ഞതുപോലെ ഈ ഫാത്തിമയുടെ കയ്യിൽ ചിലപ്പോൾ പൈസയൊക്കെ കണ്ടേക്കാം എന്നാണ്. അവർ ഫോട്ടോ ഫ്രെയിം ചെയ്യുകയൊക്കെ ചെയ്യുന്നൊരു കുട്ടികളായിരുന്നു അത്രേ. പക്ഷേ വീടിന് 10 കിലോമീറ്റർ പോലും പുറത്ത് പോകാത്ത കുട്ടികളാണ് ഇങ്ങനെ ഒരു കടുങ്കൈ ചെയ്തത് അഷ്കർ. അപ്പോൾ പോലീസ് ഇപ്പോൾ നൽകുന്ന വിവരം അനുസരിച്ച് താനൂരിൽ നിന്നുള്ള സംഘം ഇങ്ങോട്ട് പുറപ്പെട്ടിട്ടുണ്ട് എന്നാണ് അല്ലേ അഷ്കർ? അരുൺ ഉടൻ തന്നെ പുറപ്പെടാനാണ് ഇപ്പോൾ പോലീസ് തലത്തിൽ തന്നെ ഇപ്പോൾ പോലീസ് എടുത്തിരിക്കുന്ന തീരുമാനം. താരൂരിലെ SIയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഇത്തരത്തിൽ ഈ മുംബൈയിലേക്ക് പുറപ്പെടുന്നത്. ഫ്ലൈറ്റ് മുഖേന തന്നെ അങ്ങോട്ട് പോകാനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നതും. അതിനു വേണ്ട എല്ലാ ഒരുക്കങ്ങളും ഇപ്പോൾ പോലീസ് പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് പെൺകുട്ടികളെ എത്രയും വേഗം ട്രേസ് ചെയ്യാൻ കഴിയുമെന്നുള്ളൊരു പ്രതീക്ഷയാണ് ഇപ്പോൾ പോലീസിനുള്ളത്. പ്രത്യേകിച്ച് അവരുടെ കയ്യിൽ ഒരു അധികം മൊബൈൽ ഫോൺ ഉള്ളത് കൊണ്ട് തന്നെ അതിൻ്റെ ലൊക്കേഷനും കാര്യങ്ങളും കണ്ടെത്താൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു. മാത്രമല്ല പെൺകുട്ടികൾ യാത്ര ചെയ്യുന്നത് മുഴുവൻ ട്രെയിൻ കേന്ദ്രീകരിച്ചുകൊണ്ടാണ്. അങ്ങനെയെങ്കിൽ ഒന്നുകിൽ പനവേലിൽ വെച്ചുകൊണ്ട്, ഇല്ലെങ്കിൽ അതിന് മുമ്പേ എങ്ങനെ തന്നെ ഏതെങ്കിലും സ്റ്റേഷനിൽ കേന്ദ്രീകരിച്ച് വെച്ചുകൊണ്ടോ ഇത്തരത്തിൽ കണ്ടെത്താൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയും പോലീസിനുണ്ട്. റെയിൽവേ പോലീസുമായി ബന്ധപ്പെട്ടുകൊണ്ടും ഇത്തരത്തിൽ അന്വേഷണം പോലീസ് ഏകോപിപ്പിക്കുന്നുണ്ട്. അവർക്കും ബന്ധപ്പെട്ട പെൺകുട്ടികളുടെ ചിത്രങ്ങളും മറ്റും പോലീസ് കൈമാറുകയും ചെയ്തിട്ടുണ്ട്. വ്യാപകമായ ഒരു തെരച്ചിൽ തന്നെയാണ് ഇപ്പോൾ പോലീസ് നടത്തി വരുന്നത്. ഇന്നലെ 5 മണിയോടെയാണ് പോലീസ് ഈ കേസ് ഏറ്റെടുക്കുന്നത്. പ്രത്യേകിച്ച് ഈ പരീക്ഷയ്ക്ക് കുട്ടികൾ എത്താതായതോടെയാണ് 2 മണിക്ക്
പരീക്ഷ ആരംഭിച്ചിട്ടും കുട്ടികൾ എത്താതായതോടെയാണ് വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കൾ അധ്യാപകർ ബന്ധപ്പെടുന്നതും ഇത്തരത്തിൽ പെൺകുട്ടികൾ അപ്രത്യക്ഷമായ കാര്യം തിരിച്ചറിയുന്നതും പിന്നീട് ആദ്യഘട്ടത്തിൽ പ്രാഥമികമായി അധ്യാപകരും രക്ഷിതാക്കളും അന്വേഷണം നടത്തുന്നു. പിന്നീട് പെൺകുട്ടികളെക്കുറിച്ച് വിവരം ലഭിക്കാത്ത സാഹചര്യത്തിൽ താനൂർ പോലീസിൽ നേരിട്ടെത്തി CIക്ക് പരാതി നൽകുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസ് അപ്പോൾ തന്നെ അന്വേഷണം ആരംഭിക്കുകയും ചെയ്തു. എന്നാൽ ആദ്യഘട്ടത്തിലൊക്കെ തന്നെ ഒന്നുകിൽ മലപ്പുറം അല്ലെങ്കിൽ കോഴിക്കോട് ഉൾപ്പെടെ തൊട്ടടുത്ത ഏതെങ്കിലും ജില്ലകളിലേക്ക് പെൺകുട്ടികൾ പോയിട്ടുണ്ടാകാം എന്നുള്ളതായിരുന്നു പോലീസിൻ്റെ കണക്ക് കൂട്ടൽ. എന്നാൽ തികച്ചും 2 മണിയോടെ 2 മണിക്ക് കോഴിക്കോട് എത്തിയ പെൺകുട്ടികളുടെ ടവർ ലൊക്കേഷൻ പോലീസിന് ലഭിക്കുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ പെൺകുട്ടികൾ കോഴിക്കോട് ഭാഗത്ത് ഉണ്ടാകുമെന്നായിരുന്നു പ്രാഥമിക നിഗമനം. എന്നാൽ എല്ലാ കൂട്ടലുകളും തെറ്റിച്ചുകൊണ്ടാണ് പിന്നീട് ഒരു മഹാരാഷ്ട്ര ടവർ ലൊക്കേഷൻ എന്നുള്ള ഫോൺ കോളുകൾ പെൺകുട്ടിയുടെ ഫോണിലേക്ക് എത്തിയതായി പോലീസ് സ്ഥിരീകരിക്കുന്നത്. ആ ടവർ ലൊക്കേഷനിലാണ് അത് അവസാനമായി ഫോൺ വന്ന പെൺകുട്ടിയെ വിളിച്ച ഫോണ് പിന്നീട് ടവർ ലൊക്കേഷൻ കാണിച്ചത് മഹാരാഷ്ട്ര ആയതോടെ തന്നെ പെൺകുട്ടികൾ അങ്ങോട്ടേക്ക് പോകാനുള്ള സാധ്യത അപ്പോൾ തന്നെ പോലീസ് പരിഗണിക്കുകയും ചെയ്തിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് കൂടെ ഒരാൾ കൂടി ഉണ്ട് എന്നുള്ള നിഗമനത്തിലേക്ക് പോലീസ് എത്തുന്നതും അവസാനം ഇപ്പോൾ കൂടെ ഉണ്ടായിരുന്ന ആൾ മലപ്പുറം എടവണ്ണ സ്വദേശിയായിട്ടുള്ള റഹീം അസ്ലമാണ്. മഞ്ചേരിയിലെ ഒരു വ്യാപാര സ്ഥാപനത്തിൽ മാനേജറായി ജോലി ചെയ്യുന്ന റഹീം അസ്ലമാണ് എന്ന് പോലീസ് തിരിച്ചറിഞ്ഞ ഉടനെ തന്നെ മഞ്ചേരിയിലെ വ്യാപാര സ്ഥാപനത്തിലും എടവണ്ണയിലെ വീട്ടിലുമൊക്കെ എത്തി പോലീസിൻ്റെ സ്പെഷ്യൽ ബ്രാഞ്ച് വിവരങ്ങൾ ശേഖരിക്കുകയും ചെയ്തിരുന്നു. അതിനൊടുവിലാണ് റഹീം അസ്ലമിനെ പോലീസ് നേരിട്ട് ബന്ധപ്പെടുന്നതും ഫോൺ മുഖാന്തരം വിവരങ്ങൾ ശേഖരിക്കുകയും ചെയ്തത്. ഈ യാത്രയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ പോലീസിന് ലഭിക്കുന്നതും റഹീം അസ്ലമിൽ നിന്നാണ്. ഈ റഹീം അസ്ലമാണ് ഇത്തരത്തിൽ വീട്ടിൽ പ്രശ്നമുണ്ടായതുകൊണ്ട് വീട് വിട്ടിറങ്ങുന്നു എന്നുള്ള പെൺകുട്ടികൾ പറഞ്ഞ കാര്യങ്ങൾ പോലീസിനോട് പങ്കുവച്ചതും റഹീം അസ്ലമാണ്. എന്നാൽ അത്